മഹാത്മാഗാന്ധിയുടെ ജന്മനാട് സർദാർ വല്ലഭായി പട്ടേലിൻ്റെ കർമ്മമണ്ഡലം 65 കൊല്ലത്തിന് ശേഷം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ AICC സമ്മേളനം ഇവിടെ നടക്കുക. രാജ്യം ഏറ്റവും വലിയ ഭീകരവും ഭീമത്സവമായ ഭീഷണികളെ നേരിടുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി മോഡിയുടെ തട്ടകത്തിൽ നിന്ന് തന്നെ, വല്ലഭായി പട്ടേലിൻ്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു വലിയ മുന്നേറ്റം സംഘടിപ്പിക്കുന്നതാണ് ഈ സമ്മേളനത്തിലൂടെ തിരിഞ്ഞു വരാൻ പോകുന്ന കർമ്മപരിപാടി എന്നുള്ളതുകൊണ്ട് ഈ സമ്മേളനത്തിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. ഈ സമ്മേളനം ഈ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും എന്നാണ് ഞങ്ങളുടെ എല്ലാ വിശ്വാസം. വർഷം കൂടിയാണല്ലോ. അതെ, DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന രീതിയിലേക്ക് അതെ, DCC PCC എല്ലാം അതെല്ലാം പുനഃസംഘടന ഈ ഒരു വർഷം നടക്കും. AICC തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും. അതുകൊണ്ടാണല്ലോ ഇത് പുനഃസംഘടനാ വർഷം. വരാൻ പോകുന്ന കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിൽ ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ നേരിടാനുള്ള കരുത്ത് ഈ പുനഃസംഘടനയിലൂടെ സംഘടനയ്ക്ക് ലഭിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. കേരളത്തിലടക്കം ഒരു പുനഃസംഘടന ഉണ്ടാകുമോ? അല്ല, പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പല തലത്തിലും ആവശ്യമാണ്. താഴെ ബൂത്ത് തലം മുതൽ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ KPCC വരെയുള്ള പുനഃസംഘടന നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഈ DCC അധ്യക്ഷന്മാർക്ക് ഒരു 3 വർഷത്തേക്ക് നിയമസഭ ലോക്സഭ മത്സരിക്കേണ്ടതില്ല. അല്ല, അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനം, പുനഃസംഘടനാ തീരുമാനം എടുക്കുന്ന അവസരത്തിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും. അല്ല, അതെല്ലാം നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. പുനഃസംഘടനയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇനി മേലെ തീരുമാനിക്കുള്ളൂ. അപ്പോഴേ ഇതിനൊക്കെ എന്താണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പാർട്ടി വരാൻ പോകുന്ന വലിയ 2 തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങളെ നേരിടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പുനഃസംഘടന ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്.